ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേർന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതായത് സ്പാർക്ക് പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട്. ഈ പ്ലഗിൽ തന്നെ അത്യാവശ്യം കാർബണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇട്ട് നോക്കിയതാണ്, പക്ഷേ കാര്യമില്ല. അപ്പോൾ പുതിയ പ്ലഗ് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ്റെയൊക്കെ നല്ല സൗണ്ട് വ്യത്യാസമുണ്ട്. അതായത് ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിങ് പോയേക്കണായിട്ടാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മെയിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിങ് പോയേക്കണായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റില്ല. കാരണം അതിനും മാത്രം സൗണ്ടാണ് നമുക്ക് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് സൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൃത്യമായിട്ട് നമുക്കതിനകത്ത് ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷേ എന്നാലും ഏറെക്കുറെ നമുക്ക് ആ സൗണ്ടിൻ്റെ ഒരു തീവ്രത നമുക്കതിനകത്ത് അറിയാനായിട്ട് പറ്റും. സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പിടിച്ച രീതിയിൽ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സൗണ്ട് കേൾപ്പിക്കുക, അത് നല്ല സൗണ്ട് ഉണ്ട്, അതിനും മാത്രം സൗണ്ടാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല, വലിയ വ്യത്യാസമുണ്ട്. ഓടിക്കാൻ പറ്റില്ല, ഒട്ടും വലിക്കുള്ള വണ്ടി. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ഇതിൽ പുകയായിട്ട് പുറത്തേക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിൻ ഫെയിൽഡ് ആയതാണ്. എൻജിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ്. അത് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്ക് ഇമാതിരി കേസ് വരുന്ന സമയത്ത് എൻജിൻ വർക്ക് വരുമ്പോൾ അപ്രോക്സിമേറ്റ് എത്ര വന്നതെന്നുള്ളൊരു കാറ്റലോഗ് വ്യൂ ഞാനിടാം. ആ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഏകദേശം പാർട്സുകൾ മാത്രം എത്ര വരും എന്നുള്ള കേസ് കേട്ടോ. അതിൻ്റെ ഒരു ലിങ്ക് കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏതൊക്കെ പാർട്സുകളാണ് സാധാരണ വരാറ്. പാർട്സുകൾ മാത്രം കേട്ടോ, ലേബർ ചാർജ് അഡീഷണലാണ് വരാം. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാനകത്ത് ഇട്ടേക്കാം. കൃത്യമായിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിനേക്കാൾ കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിവിടെ ചെയ്യുമ്പോൾ 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ. അതായത് 12,000 കിലോമീറ്റർ വാറണ്ടി, അതേപോലെ തന്നെ 1 ഇയർ നമ്മൾ കണ്ടിന്യൂ വാറണ്ടി. പിന്നെ അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഇൻഫോം ചെയ്യുക. കാരണം ഓരോ വർക്ക് കഴിഞ്ഞ് പോകുമ്പോഴും അതിൻ്റെ കറക്റ്റ് പീരിയോഡിക് മെയിൻ്റനൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് എൻജിന് ലൈഫൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് എൻജിൻ ലൈഫ്. ഇതെനിക്ക് തോന്നുന്നു എൻജിൻ ഇടയ്ക്കെപ്പോഴും പണിതേണതാണ്. കാരണം ഇതൊക്കെ ഈ സിലിണ്ടറൊക്കെ പുതിയതുപോലെയൊക്കെയാണ് തോന്നണേ കാഴ്ചയിൽ കേട്ടോ. എന്തായാലും വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് അഴിച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അഴിക്കണേക്കാൾ മുമ്പ് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണ്ടതെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ.